ആശ്രയിക്കും പാറയിൽ വെളിച്ചം ഞാൻ ആരെ പേടിക്കും കർത്തനെന്റെ അഭയം ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു തീ മുള്ളോ കൈപിടിച്ച് നയിക്കുന്നെന്നെ ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരപൂജ്യമുള്ളോ കൈപിടിച്ച് നയിക്കുന്നെന്നെ ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു കൃപ മുള്ളോ കൈപിടിച്ചു നയിക്കുന്നെന്നെ ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു നന്ദി നന്ദി കൈപിടിച്ചു നയിക്കുന്നെന്നെ ദൈവമേ അങ്ങ് അരുളി ചെയ്യണം ഞങ്ങൾ കേൾക്കുന്നു യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ ആമേൻ. ഇരിക്കാം. പുറപ്പാട് പുസ്തകം 34 വചനം. എക്സോഡസ് 34 verse 24. യാത്രാഗമം 34 அதிகாரம் 24 வசனம். புறப்பாடு புஸ்தகம் 34:24. ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ അതിർത്തികളെ വിശാലമാക്കും. ദൈവം അരുളി ചെയ്യുന്നു, സർവശക്തനായ ദൈവമായ ഞാൻ എൻ്റെ മക്കളെ നിങ്ങളുടെ അതിർത്തികളെ ഞാൻ വിശാലമാക്കും. I will enlarge your boundary. உங்கள் எல்லைகளை நான் விஸ்தாரமாக்குவேன். I will enlarge your boundary. നിങ്ങളുടെ അതിർത്തികൾ വേലികൾ അറുത്ത് പൊളിച്ചെഴുതി നിങ്ങളുടെ അവസ്ഥകൾക്ക് ഒരു മാറ്റം ദൈവം അരുളി ചെയ്യുന്ന ഞാൻ ഉണ്ടാക്കും. ആമേൻ ആമേൻ ഹല്ലേലൂയ. ദൈവം തന്റെ മക്കൾക്ക് സ്വർഗത്തിൽ കരുതിയിരിക്കുന്ന ചില നിസ്തുല്യ അനുഗ്രഹങ്ങൾ ഉണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ മാനം, ക്രിസ്തുവിൻ്റെ മാനം. പിതാവാം ദൈവത്തിൻ്റെ മുമ്പിൽ ക്രിസ്തു നാം ഓരോരുത്തരെയും മാനിക്കും. നീ ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ മാനിച്ചാൽ അവൻ മാനിക്കും. മത്തായി 10:32 പ്രകാരം മാനം, you shall be honored. രണ്ടാമത് ഫിലിപ്പിയർ 3:20 നമ്മ പഠിപ്പിക്കുന്ന സ്വർഗത്തിൽ ദൈവം നമുക്ക് കരുതിയിരിക്കുന്ന അനുഗ്രഹം
പൗരത്വം. പൗരത്വം, മാനം. கிறிஸ்து சொர்க்கத்தில் நமக்கு கருதியிருக்கிற அனுகிரகம் പൗരത്വം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്ന എവർലാസ്റ്റിംഗ് സിറ്റിസൺഷിപ്പ്. ആരും നമ്മ കൈവഴികയില്ല. നിത്യ പൗരത്വം. മൂന്നാമത് സങ്കീർത്തനക്കാരൻ എഴുതുന്നു, യുവർ പോർഷൻ ഈസ് ഇൻ ഹെവൻ. ഓഹരി. സങ്കീർത്തനം 17:14 ദൈവ മക്കൾക്കൊരു ഓഹരി സ്വർഗത്തിൽ അവൻ വച്ചിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. മൂന്നാമത് പത്രോസ് ലീഹ എഴുതുന്നു, 1 പത്രോസ് 1:4-5 വചനങ്ങളിൽ ഒരു അവകാശം, കറ പിടിക്കാത്ത അവകാശം, കെട്ടുപോകാത്ത ഒരു അവകാശം, നിത്യ അവകാശം, എവർ ലാസ്റ്റിംഗ് ഇൻഹെറിറ്റൻസ്. മാനം, നിത്യ പൗരത്വം, ഓഹരി, അവകാശം. യോഹന്നാൻ 14 ആദ്യ വചനങ്ങളിൽ ഒരു പാർപ്പിടം അവൻ പണിതുകൊണ്ടേയിരിക്കുന്ന തൻ്റെ മക്കൾക്ക്, നിനക്ക് ഇവിടെ ഒരു വീട് ഉണ്ടോ ഇല്ലയോ, നീ ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ദൈവ പൈതലായാൽ അവിടെ ഒരു പാർപ്പിടം ഉറപ്പാണ്. ആമേൻ, ഹല്ലേലൂയ. പൗരത്വം, ഓഹരി, അവകാശം, പാർപ്പിടം, മാനം, ഇത്രയും തൻ്റെ ജനത്തിന് സ്വർഗത്തിൽ കരുതി വച്ചിരിക്കുന്ന ദൈവം ഇവിടെ അല്പകാല ജീവിതത്തിൽ നിന്നെ ഒരു ഇടുക്കത്തിലിട്ട് കൊല്ലുമോ? ആമേൻ, ഹല്ലേലൂയ. അതാണ് കർത്താവ് ഇന്ന് നിനക്ക് വാഗ്ദത്തം നൽകുന്നത്. ഐ ഷാൽ എൻലാർജ് യുവർ ബൗണ്ടറി. നിന്റെ അതിർത്തികളെ ഞാൻ വിശാലമാക്കും. വിശ്വസിക്കുന്നവർ കൈകളെ തട്ടി രാജാതി രാജാവിനെ സ്തുതിക്കണം. നിന്റെ അതിർത്തികളെ ഞാൻ വിശാലമാക്കും. ആമേൻ. എലീഷ, എ പവർഫുൾ മാൻ ഓഫ് ഗാഡ്. ചെത്തിട്ടും അദ്ദേഹത്തിന്റെ കല്ലറയിൽ ഒരു പ്രേതം വീണപ്പോൾ പ്രേതം ജീവൻ കിട്ടി എഴുന്നേറ്റ് നിന്നതായി ഈ ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. സോ പവർഫുൾ, സോ പവർഫുൾ. സിറിയൻ എംപറർ ഇസ്രായേലിനെ അടിച്ച് തകർക്കുവാൻ തൻ്റെ ബെഡ്റൂമിൽ രഹസ്യമായി എടുക്കുന്ന തീരുമാനം എലീഷ തൻ്റെ പ്രാർത്ഥന മുറിയിൽ അറിഞ്ഞ പ്രവചന ആത്മാവിൻ്റെ ഉടമസ്ഥനായ എലീഷ അത്ര വലിയ മനുഷ്യൻ. ബട്ട് വാട്ട് അബൌട്ട് ഹിസ് ഇനിഷ്യൽ സ്റ്റേജ്? ആരംഭകാലമോ, എലീഷയുടെ ആരംഭകാലമോ? ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഹി വാസ് എ സിമ്പിൾ മാൻ. ഒരു സാധാരണ ആൾ, ഒരു സാധാരണ ആൾ. 2 രാജാക്കന്മാർ 3:11 എലീഷ പ്രവാചകനെ കുറിച്ചുള്ള ആദ്യ കാലത്ത് വിലാസം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. തൻ്റെ യജമാനന്റെ കൈകൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത എലീഷ. സിമ്പിൾ ബിഗിനിങ്. മനസ്സിലായോ? മനസ്സിലായോ? ആമേൻ. എ സിമ്പിൾ മാൻ. തൻ്റെ യജമാനന്, ഒരു വേലക്കാരന് ഒറ്റപ്പണി, അവൻ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത എലീഷ. എലീജ പ്രവാചകൻ എലീശയെ കാണുമ്പോൾ 1 രാജാക്കന്മാർ 19:19 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, അവൻ ഉഴുതുകൊണ്ടിരുന്നു. എലീശ ഉഴുതുകൊണ്ടിരുന്നു. ഈസ് എ സിമ്പിൾ മാൻ. സാധാരണ ഒരാൾ, സാധാരണ ഒരാൾ. പടിപ്പടിയായി എൻ്റെ ദൈവം എലീശയെ കൈപിടിച്ച് ഉയർത്തി.
വലിയ ഒരു മനുഷ്യനാക്കി, ദേശം അറിയപ്പെടുന്ന മനുഷ്യൻ. ഒരു നാൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ എലീശയെ ഒരു ഗണ്യമായ പരിശുദ്ധനായ ഒരു ദൈവദാസൻ എന്നറിഞ്ഞിട്ട് ശൂനേം ദേശത്തിലെ ധനിക ഒരു പാർപ്പിടം, ഒരു കിടപ്പിടം, ഒരു ഇരിപ്പിടം, ഒരു പാർപ്പിടം, ഒരു കിടപ്പിടം, ഒരു ഇരിപ്പിടം എലീശയ്ക്ക് ഒരുക്കി കൊടുത്ത്, ഇറ്റ് captured his heart, it touched and melted his heart. അവളുടെ ആ നന്മ പ്രവൃത്തി എലീശയുടെ ഹൃദയത്തെ തൊട്ട് തൻ്റെ വേലക്കാരനോട് പറയും, കാണുക, അവള് കൊണ്ടുവരിക. ശൂനേം പട്ടണത്ത് ധനികയോട് എലീശ ചോദിക്കും, വാട്ട് ഷുഡ് ഐ ഡു ഫോർ യു ഇൻ റെസ്പോൺസ് ടു യുവർ ഗുഡ് ഡീലിംഗ്? ഞാൻ എന്ത് ചെയ്യണം, നിനക്ക് ഞാൻ എന്ത് ചെയ്യണം? എനിക്കൊരു പാർപ്പിടം ഒരുക്കി, എനിക്കൊരു കിടപ്പിടം ഒരുക്കി, എനിക്കൊരു ഇരിപ്പിടം ഒരുക്കി, ഇതിന് പകരം ഞാൻ എന്ത് ചെയ്യണം? 2 രാജാക്കന്മാർ 4-ാം അധ്യായം 13-ാം വചനത്തിൽ ഡയറക്റ്റായി എലീശ ചോദിക്കും, should I recommend you to the king? Should I speak regarding you to the army commandant? പട്ടാളത്തിൻ്റെ സൈനാധിപനോടോ ദേശത്തിൻ്റെ ചക്രവർത്തിയോടോ നിനക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സംസാരിക്കണമോ? ഒന്ന് കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൂടെ? അതിൻ്റെ അർത്ഥം എനിക്ക് ഈ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ, രാജാവിന്, ആർമി കമാൻഡന്റ് അറിയാം എന്നല്ല, അവർക്ക് എന്നെ അറിയാം. തമ്മിൽ വ്യത്യാസമുണ്ട്. എനിക്ക് രാജാവിനെ അറിയാം എന്നല്ല, ഇങ്ങനെ ഒരു പവർഫുൾ ദൈവത്തിന്റെ വേലക്കാരൻ എലീശ ഉണ്ട് എന്ന് ദേശം ഭരിക്കുന്ന രാജാവിന് എന്നെ അറിയാം. അങ്ങനെ ദൈവം ഉയർത്തി. അതിർത്തി ഉഴുതുകൊണ്ടിരുന്നവൻ, വയലിൽ ഉഴുതുകൊണ്ടിരുന്നവൻ, ഒരു വേലക്കാരന് പണിമുട ചെയ്തവൻ, എലിജയുടെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തവൻ, കിട് എന്ന് ദൈവം എലീശയെ ഉയർത്തി. ആരെ ദൈവം ഉയർത്തും? ആർക്ക് വിടുതൽ തരും? സങ്കീർത്തനക്കാരൻ എഴുതുന്നു 91:14-15, നീ എന്നെ പറ്റിയിരിക്കുകയാൽ ഞാൻ നിന്നെ വിടുവിക്കും. ആമേൻ. വചനത്തിന്റെ പൊരുൾ മനസ്സിലാക്കിയിട്ടേ കൈയടിക്കാവൂ. നീ എന്നെ പറ്റിയിരിക്കുകയാൽ ഞാൻ നിന്നെ വിടുവിക്കും. 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൽ ഇനിയും അല്പ നാളികയ്ക്കകം തന്റെ യജമാനൻ അഗ്നി രഥത്തിൽ ജീവനോട് സ്വർഗത്തിലെ ദൈവം ഉയരത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുവാൻ പോകുന്ന അല്പ നാളികയ്ക്ക് മുമ്പ്, the Bible says junior prophet Elisha followed his master as a shadow. ഒരു നിഴൽ പോലെ തന്റെ യജമാനനെ എലീശ പിന്തുടർന്ന് ഗിൽഗാൽ, ബഥേൽ, ജോർദാൻ, ജെറിക്കോ. ഗിൽഗാൽ വന്നപ്പോൾ എലീശാവോട് പറയും, മകന് നീ ഇവിടെ താമസിച്ചു കൊള്ളുക, you need not follow. ബഥേലിൽ വന്നപ്പോൾ പറയും, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, നീ എന്നെ പിന്തുടരുത്. ജെറിക്കോയിലും ജോർദാനിൽ വന്നപ്പോൾ വീണ്ടും എലീശയോട് ആവർത്തിക്കുന്നു. 4 സന്ദർഭങ്ങളിലും എലീശ മറുപടി നൽകും, യജമാനനെ, അങ്ങയുടെ ജീവനാണ്, യഹോവ ദൈവത്തിന്റെ ജീവനാണ്, ഞാൻ അങ്ങയെ വിടുകയില്ല. ആമേൻ. പറ്റി നിൽക്കുന്നവർക്ക് വിടുതൽ.
പറ്റി നിൽക്കുന്ന, as my God in heaven liveth, as my master Elijah you liveth. അങ്ങയുടെ ജീവനാണ്, യഹോവ ദൈവത്തിന്റെ ജീവനാണ്, ഞാൻ അങ്ങയെ വിടുകയില്ല. പറ്റിപ്പിടിച്ചവന് വിടുതൽ നൽകുന്ന നല്ല ദൈവം. പറ്റിപ്പിടിച്ച് ജീവിക്കണം. പറ്റിപ്പിടിച്ച് ജീവിച്ചാൽ അതിർത്തികളെ പൊളിച്ചെഴുതും ദൈവം. He will enlarge your boundary. He will enlarge your boundary. നിന്റെ അതിർത്തികളെ വിശാലമാക്കുന്ന ദൈവം. അടുത്ത വചനം നമ്മോട് സംസാരിക്കുന്നു. നീ എന്നെ അറിഞ്ഞാൽ ഞാൻ നിന്നെ ഉയർത്തും. ആമേൻ, ആമേൻ. നീ എന്നെ അറിഞ്ഞാൽ ഞാൻ നിന്നെ ഉയർത്തും. പഴയ ഗതി അല്ലവേ അല്ല, ഒരു പുതിയ ചാപ്റ്റർ, പുതിയ അതിര് ദൈവം നിന്റെ ജീവിതത്തിൽ ഇന്ന് ഒരുക്കി തരും. ആമേൻ, ആമേൻ. അറിഞ്ഞ എലീശയെ ദൈവം ഉയർത്തി. എലീശ പറയുന്നത് എനിക്ക് രാജാവിനെ അറിയാമെന്നല്ല, രാജാവിന് എന്നെ അറിയാം. ആമേൻ. അതിരുകൾ വിശാലമാക്കുന്ന ദൈവം. രണ്ടാമത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 28, ഉൽപ്പത്തി പുസ്തകം 32 അധ്യായത്തിൽ ഒരേ ഭക്തന്റെ ജീവചരിത്രം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പനും അമ്മയും ഉടമ്പിറപ്പും കൈയൊഴിഞ്ഞ്, എംപ്റ്റി ഹാൻഡ്, ഒഴിഞ്ഞ കൈയുമായി, ഒരു പരദേശിയെ പോലെ, ഒരു അനാഥനെ പോലെ, ഒരു പിശക്കാരനെ പോലെ, ഒരു ഉടുപ്പ് മാറിയിടുവാൻ ഒരു ഉടുപ്പില്ലാതെ, അടുത്ത നേരം ഒരു ആഹാരമില്ലാതെ ഒഴിഞ്ഞ കൈയുമായി യാക്കോബ് തന്റെ ജീവചരിത്രം എഴുതുന്നു. ഉൽപ്പത്തി 32:10 I crossed this Jordan with a single rod, nothing other possession. ഈ ജോർദാൻ കടന്നപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഏക സ്വത്ത് ഒരു വടി മാത്രം, ഒരു വടി മാത്രം. മടങ്ങി വന്നപ്പോൾ അവനോടൊപ്പം ഭാര്യമാർ, ദാസിമാർ, ആടുമാട് സമ്പത്ത്, 3 പെരുങ്കൂട്ടം അവൻ സ്വന്തമാക്കി മടങ്ങി വരുന്നു. അവനെ കുറിച്ച് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. He had plenty with him. He had plenty with him. Toward inward journey, the Bible says Jacob was empty-handed. വെറും ഒഴിഞ്ഞ കൈയുമായി പോയവൻ മടങ്ങി വരുന്നു. ഉൽപ്പത്തി 33:11 യാക്കോബ് സ്വന്തം ജീവിതത്തെ കുറിച്ച് സാക്ഷി പറയുന്നു. എനിക്ക് വേണ്ടുവോളം ഇന്ന് ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എനിക്ക് വേണ്ടുവോളമുണ്ട്. അന്ന് എൻ്റെ കൈ ഒഴിഞ്ഞ കൈ, വേണ്ടുവോളമുണ്ട്. അവൻ്റെ അതിർത്തി വിശാലമായി, അവൻ്റെ ദൈവം വിശാലമാക്കി കൊടുത്ത്. The Bible says God extended his boundary, enlarged his boundary. ആർക്ക് അതിർത്തി വിശാലമാകും? എങ്ങനെ യാക്കോബിന്റെ അതിർത്തി വിശാലമായി? നമ്പർ 1, ദൈവസന്നിധിയിലുള്ള ആഴമായ ബന്ധം. അന്ന് ഒഴിഞ്ഞ കൈയുമായി ഉള്ളപ്പോൾ ഉൽപ്പത്തി 28 വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ആമേൻ, ആമേൻ. ഉഷസ്സിൽ ഉണർന്ന് പ്രാർത്ഥിക്കും, ഉഷസ്സിൽ ഉണർന്ന് പ്രാർത്ഥിക്കും. എല്ലാം കിട്ടിയപ്പോൾ ഉഷസ്സോളം അവൻ പ്രാർത്ഥിച്ചു. ആമേൻ. He increased his prayer. He increased his prayer.
ഒന്നുമില്ലാതിരുന്നപ്പോൾ ഉഷസ്സിൽ പ്രാർത്ഥിച്ചവൻ എല്ലാം കൈകൂടിയപ്പോൾ ആരാണ് ദൈവം എന്ന് ചോദിച്ചില്ല. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അവൻ ഉഷസ്സോളം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നിന്നെയും എന്നെയും ദൈവം വിളിച്ചിരിക്കുന്നത് 10 ഹല്ലേലൂയ പറയുവാനല്ല. നോ നോ, നാം അവന്റെ കിങ്ഡം, രാജ്യത്വത്തിന്, വചനത്തിന്, തൻ്റെ വേലയ്ക്ക് പ്രയോജനമുള്ള ആളുകളായി മാറണം. ആമേൻ, ആമേൻ. മൂന്നാമത്, മാനസാന്തര വിത്ത് നിന്റെ ഉള്ളിൽ ഉണ്ടാകണം. അന്ന് അങ്ങോട്ട് പോകുമ്പോൾ സ്വന്തം അപ്പൻ യാക്കോബേ നിന്റെ പേരെന്താണ്? കണ്ണു മങ്ങിയ അവസ്ഥയിൽ മുമ്പിൽ നിൽക്കുന്നത് യാക്കോബാണോ സഹോദരൻ ഈസാവാണോ എന്ന് അറിയാതെ നിന്റെ പേരെന്ത്? ഉൽപ്പത്തി 27:19 യാക്കോബ് പേര് പറഞ്ഞത് മറ്റവന്റെ പേരാണ്, ജ്യേഷ്ഠന്റെ പേരാണ്. 20 ആണ്ടുകാലം തന്റെ ഓർമ്മയിൽ സൂക്ഷിച്ചിരുന്ന ദൈവം അത് വിട്ടില്ല. ഇവൻ മടങ്ങി വരുമ്പോൾ ഒരു ശോധന, ഇവൻ ആള് മാറിയിട്ടുണ്ടോ? ഇവനെ അനുഗ്രഹിക്കണമെങ്കിൽ ഇവൻ മാറണം. ആമേൻ. അതിർ വിശാലമാകണമെങ്കിൽ, അനുഗ്രഹം നിന്റെ തോളിൽ ഇറങ്ങണമെങ്കിൽ നിന്റെ സ്വഭാവം മാറണം. സ്തോത്രം. വരുന്നില്ല. നിന്നിൽ മാനസാന്തര വിത്ത് നിന്റെ ഉള്ളിൽ ഇറങ്ങണം. അന്ന് ഉപായിയായ യാക്കോബ് അല്പ അനുഗ്രഹത്തിന് വേണ്ടി തന്റെ പേര് പറയാതെ ജ്യേഷ്ഠന്റെ പേര് പറഞ്ഞ യഥനാണ് ഇവൻ. ദൈവത്തിന് അറിയണം ഈ യഥൻ ഇന്ന് ഭക്തനായിട്ടുണ്ടോ. ഉൽപ്പത്തി പുസ്തകം 32:27 ദൈവം ഇപ്പോൾ ഇവനോട് പേര് ചോദിക്കുന്നത്, നീ ആർ? വാട്ട് ഈസ് യുവർ നെയിം? നിന്റെ പേരെന്താണ്? ഇപ്പോൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ആളിന്റെ സ്വഭാവം മാറി ദൈവസന്നിധിയിൽ നിൽക്കുന്ന യാക്കോബ് ശരിക്കും അവന്റെ പേര് പറയുന്നു. കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. മാനസാന്തരപ്പെട്ടവന്റെ അതിരുകളെ വിശാലമാക്കി ഉയർത്തുന്ന ദൈവം ഇവിടെ ഉണ്ട്. ആമേൻ. എത്തൻ ഭക്തനായി അവനോട് പറഞ്ഞ്, മകനെ, ഇന്നു മുതൽ ഉപായെന്ന് അർത്ഥമുള്ള, എത്തനെന്ന് അർത്ഥമുള്ള, ചതിയനെന്ന് അർത്ഥമുള്ള യാക്കോബിന്റെ പേര് ഞാൻ എടുത്തു മാറ്റുന്നു. ഇന്നു മുതൽ നീ ഇസ്രായേൽ. എത്തൻ ഭക്തനായി മാറി. എത്തൻ ദൈവത്തിന്റെ രാജകുമാരനായി മാറി. അവന്റെ അതിരുകൾ ദൈവം വിശാലമാക്കി കൊടുത്ത് അവനാണ് ഈ ഭൂമിയിൽ നമ്പർ 1 ബലവാനായി ഇന്നും നിൽക്കുന്ന. ആമേൻ, ആമേൻ, ആമേൻ. യാക്കോബിന്റെ അതിര് വിശാലമാക്കിയവൻ, എലീശയുടെ അതിര് വിശാലമാക്കിയവൻ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് അനുഭവിക്കാത്ത കഷ്ടതയാണോ, ഞെരുക്കമാണോ, പ്രതികൂലമാണോ? വേദപുസ്തകം സ്വന്തം അപ്പന് പോലും ഇവനൊരു ആട്ടിടയൻ എന്നുള്ള പേര് മാറ്റി ഇവനൊരു പ്രിൻസ്, രാജകുമാരൻ എന്ന് കാണാൻ പ്രസവിച്ച അപ്പന് പോലും മനസ്സിലായിരുന്നു. അത്ര അല്പനാക്കപ്പെട്ട ദാവീദ്. ആമേൻ. അവന്റെ അതിരിനെ ദൈവം മാറ്റിയില്ലേ? നിന്നെയും എന്നെയും വെറുതെ വിടുമോ? നിന്നെയും എന്നെയും വെറുതെ വിടുമോ? ആമേൻ, ആമേൻ, ആമേൻ. അവൻ വെറും ഒരു ആട്ടിടയൻ. അപ്പന്റെ മുമ്പിൽ ദാവീദ് ഒരു ആട്ടിടയൻ. രാജാവാകുവാൻ യോഗ്യനെന്ന് അപ്പൻ പോലും സമ്മതിച്ചില്ല.
அண்ணனோ ஏலியாபு 8 பேரில் மூத்தவன். இவன் போர்க்களத்தில் நிற்கிறது கண்டு இவனோடு கோபிச்சு 1 சாமுவேல் 17:8 അവിടെ ജ്യേഷ്ഠൻ അവനെ നോക്കി പറയുന്ന ഒരു വാക്ക് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നീ എന്തിന് പോർക്കളത്തിൽ വന്ന് ആട് മേയ്ക്കുവാൻ അധികാരപ്പെടുത്തപ്പെട്ട നീ പോർക്കളവുമായി നിനക്ക് ബന്ധമെന്താണ്? ദാവീദ്, നീ പട കാണാനാണോ വന്നത്? ഇതാണ് സ്വന്തം ഉടമ്പുറപ്പ് അവനിട്ട് അതിർത്തി. സ്വന്തം അപ്പൻ അവനിട്ട് അതിർത്തി ആട് മേയ്ക്കുന്നവൻ. ജ്യേഷ്ഠനിട്ട് അതിർത്തി ഇവൻ പട കാണാൻ വന്നവൻ. എന്റെ ദൈവത്തിന് അവന്റെ അതിർത്തികളൊക്കെയും പൊളിച്ചെഴുതി പട കാണാൻ വന്നവനെന്ന് സാക്ഷീകരിക്കപ്പെട്ട അവന് പല പടകൾ വിജയകരമായി നയിക്കുവാനുള്ള ബലവും കഴിവും തന്ന അവന്റെ അതിർത്തി വിശാലമായി പൊളിച്ചെഴുതി. നടന്ന യുദ്ധങ്ങൾ വിക്കിപീഡിയാവിൽ നീ അന്വേഷിക്കണം. തുടരെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന 9 മേജർ വാർ, 9 മേജർ വാർ, വലിയ യുദ്ധങ്ങൾ നയിച്ച് ഒന്നിലും ലാസ്റ്റ് ആകാതെ പരാജയപ്പെടാതെ 9 യുദ്ധങ്ങളിലും തുടരെ ജയിച്ച ഏക ചക്രവർത്തി അന്ന് മുതൽ ഇന്ന് വരെ ഉള്ള ചരിത്രം എടുത്താൽ അത് ദാവീദ് മാത്രമാണ്. ആമേൻ. ദാവീദിന്റെ ദൈവം വലിയവൻ. God extended his boundary. The Bible says God enlarged the boundary. ദാവീദ് മരിക്കുന്നത് വരെ അവന്റെ നമ്പർ 1 ശത്രുക്കൾ അമോരിയർ. 2 സാമുവേൽ 8:6 ദാവീദിന്റെ കാൽക്കൽ കൊണ്ടുവന്ന് കപ്പം കാഴ്ചവെക്കും. അത്ര വിജയം ദാവീദിന് ദൈവം നൽകി. എങ്ങനെ അവന്റെ അതിർ വിശാലമായി? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവൻ വെറുതെ അല്ല. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സങ്കീർത്തനം 5:3 തന്നെ ഒരുക്കി ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നത് പഞ്ചായത്ത് മെമ്പറോടല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നത് മഹാശക്തനായ ദൈവത്തോട്. The Bible says David himself prepared himself and prayed in the morning. സങ്കീർത്തനം 5:3 തന്നെ ഒരുക്കി. ദൈവസന്നിധിയിൽ ദാവീദ് തന്നെ ഒരുക്കി അതിരാവിലെ പ്രാർത്ഥിപ്പാൻ ദൈവസന്നിധിയിൽ കാത്തിരിക്കും. അവന്റെ അതിരിന്, അവന്റെ അതിർത്തിയെ ദൈവം വിശാലമാക്കി കൊടുത്ത് അവസാനം ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം നാം വായിക്കുന്ന പേര് ജേബസ് അല്ലെങ്കിൽ ജബസ്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-10 വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന. നന്നാ ശ്രദ്ധിക്കണമേ. അവൻ തന്റെ സഹോദരന്മാരെക്കാൾ ഈ ജേബസ് മാന്യനായിരുന്നിട്ടും അമ്മയ്ക്ക് ഇവൻ മാന്യനല്ല. എൻ്റെ അപ്പന് ഞങ്ങൾ 3 ആൺകുട്ടികളാണ്. അമ്മയ്ക്ക് ഇതുപോലെ തന്നെ എന്നോട് വലിയ മാന്യത ഒന്നുമില്ല. അവസാനം ഇവിടെ ശുശ്രൂഷ തുടങ്ങി. അമ്മ 10-60 കിലോമീറ്റർ വണ്ടി പിടിച്ച് 10-70 ആളുകളെ കൊണ്ടുവരും 2-ാം ശനിയാഴ്ച ആരാധനയിൽ. അവിടെ റോഡിൽ നിന്ന് പറയും, വാങ്ങോ അതാക്ക എന്നുடைய മകൻ. ആമേൻ. മാന്യത ഇല്ലാത്ത ആളുകളുടെ മുമ്പിൽ നിനക്ക് ഡബിൾ മാന്യത തരും. ആമേൻ, ആമേൻ. പറ്റിപ്പിടിച്ചിരിക്കണം. അവന് അറിയണം. എന്താണ് അറിവ്? ഏക സത്യ ദൈവമായ യഹോവയെയും
അവന്റെ ഏക പുത്രൻ ക്രിസ്തുവിനെയും അറിയേണ്ട രീതിയിൽ അറിയുന്നതാണ് നിത്യജീവൻ. ആ അറിവ് എന്നാൽ ദൈവം നിന്നെ ഉയർത്തും, നിന്റെ അതിർത്തികൾ വിശാലമാകും. The Bible says Jabez, mother screamed, സ്വന്തം അമ്മ വിലപിച്ച്, ഞാൻ പ്രസവിച്ചവനാണ് നീ, പക്ഷെ നീ എനിക്കൊരു വിഷനം, എന്റെ മറ്റു മക്കളെ പോലല്ല, നീ എനിക്കൊരു വിഷനം. വിഷനം തീർക്കുവാൻ ഏത് മന്ത്രിയുടെ അടുക്കൽ അവൻ പോയി, ഏത് പുണ്യവാളന്റെ അടുക്കൽ പോയി? അവൻ പോയത് ദൈവസന്നിധിയിൽ. He screamed. Jabez screamed. ദൈവസന്നിധിയിൽ കരഞ്ഞ് അപേക്ഷിച്ച്, enlarge my boundary. എന്റെ അമ്മയ്ക്ക് ഞാൻ വിഷനം, എന്റെ അമ്മയ്ക്ക് വിഷനം. എന്റെ സഹോദരന്മാരുടെ മുമ്പിൽ ഞാൻ മാന്യനല്ല, ഞാനൊരു വിഷനം. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-10 വചനങ്ങളിൽ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവത്തോട് ജേബസ് അപേക്ഷിച്ചു. ആമേൻ, ആമേൻ. എലീശ അവന്റെ അതിരുകൾ വിശാലമാകുവാൻ ദൈവത്തെ അറിഞ്ഞ് അവന് ദൈവം ഉത്തരം നൽകി അവനെ ഉയർത്തി. ദാവീദോ ദീഷ്ണൻ. ദൈവം കൊടുത്ത കാര്യത്തിലും അപ്പൻ കൊടുത്ത കാര്യത്തിലും പട്ടാളം നൽകിയ കാര്യത്തിലും അവൻ ദീഷ്ണൻ, ജലസ്, ഡിവോട്ട്. ദീഷ്ണൻ അതിരാവിലെ ഉണർന്ന് തന്നെ ഒരുക്കും, തൻ്റെ ഹൃദയത്തെ ഒരുക്കും. അവൻ്റെ അതിർദൈവം വിശാലമാക്കി കൊടുത്തു. യാക്കോബോ മാനസാന്തരപ്പെട്ട് എത്തൻ ഭക്തനായി അവൻ്റെ അതിർ വിശാലമായി. ജേബസ് അമ്മ പ്രതികൂലമായി ഇവനെ ക്രൂശിച്ചിട്ടും യഹോവ ദൈവത്തിൻ്റെ പാഠം അവൻ പിടിച്ച് കരഞ്ഞ്. The Bible says Jabez asked, ഒരു ദൈവവേലക്കാരനെ നീ വിശ്വസിക്കരുത്, നീ വിശ്വസിക്കേണ്ടത് ദൈവത്തെ മാത്രം. അവനോട് ചോദിക്കുക. സങ്കീർത്തനം 2:8 നീ അവനോട് ചോദിച്ചാൽ ദൈവം നിനക്ക് ഭൂമിയുടെ അറ്റങ്ങളെ അവകാശമായി തരും. ആമേൻ, ആമേൻ, ആമേൻ. ഒരു ലിങ്സ് ഇല്ലാത്ത സുന്ദർ സിംഗ്, ഒരു ലിങ്സ് ഭൂമിയിൽ ഇല്ലാത്തവൻ, 1 ഏക്കർ ഭൂമിയിൽ പ്രാർത്ഥന നടത്തുന്ന അവനോട് ചോദിക്കുക. അവൻ ഭൂമിയുടെ അതിർത്തികള് നിനക്ക് കൈവശം, യുവർ പൊസഷൻ, നീ കൈവശമാക്കും. ഇവൻ അതിർത്തി വിശാലമാക്കണമേ എന്ന് ദൈവത്തോട് ചോദിച്ചു. നിങ്ങൾക്കൊരു രഹസ്യം അറിയാമോ? 1 ദിനവൃത്താന്തം 2-ാം അധ്യായം 55-ാം വചനത്തിൽ അവന്റെ പേരിൽ ഒരു പട്ടണം അന്ന് തന്നെ നിലവിൽ വന്ന്, ആ പട്ടണത്തിന്റെ പേര് ജേബസ്. 1 ദിനവൃത്താന്തം 2:55-ാം വചനത്തിൽ അവന്റെ പേരിൽ ഒരു പട്ടണം ഉരുവായി. അതിർത്തികളെ പൊളിച്ചെഴുതി എൽഗകളെ നിനക്ക് കൈവശമാക്കുവാൻ സ്വന്തമായി തരുന്ന ദൈവം, ആ ദൈവം ഇന്നും ജീവനോടിരിപ്പുണ്ട്. ചോദിക്കുക. ആസ്ക് ഹിം. എലീശ ചോദിച്ചു, വാട്ട് ഡു യു വാണ്ട്? 2 രാജാക്കന്മാർ 2-ൽ 4-ൽ 6-ൽ 8-ൽ
വീണ്ടും വീണ്ടും എലീജ ചോദിക്കും, വാട്ട് യു വാണ്ട് യങ് മാൻ? യുവാവേ, നിനക്ക് എന്ത് വേണം? അവൻ ചോദിച്ചു, മാസ്റ്റർ, അങ്ങയിൽ നിറഞ്ഞു നിൽക്കുന്ന അഗ്നി അഭിഷേക തീയുടെ 2 പങ്ക് എനിക്ക് വേണം. അവൻ അപേക്ഷിച്ചു. അതിന്റെ നിറവുമായി ഇവൻ ഒറ്റയ്ക്ക് ജോർദാന്റെ കരയിൽ നിൽക്കുന്നു. എലീജ പ്രവാചകന്റെ അടുക്കൽ നിന്ന് വീണ പുതപ്പ് തന്റെ കയ്യിലെടുത്ത് വീണ്ടും ചോദിച്ചു, where is my God? Where is my God? 2 രാജാക്കന്മാർ 2:14 എന്റെ ദൈവം എവിടെ? എലീജാവിന്റെ എന്റെ ദൈവം എവിടെ? ദൈവം ഇറങ്ങി വന്ന് ജോർദാനെ 2ആയി പിളർന്നു കൊടുത്ത് ചോദിക്കുക, ദൈവത്തോട് ചോദിക്കുക, ദൈവത്തോട് അപേക്ഷിക്കുക. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, എല്ലാം ഒന്നൊന്നായി നഷ്ടമായ ഭക്തൻ യോബ് ദൈവത്തോട് ചോദിച്ച്, അങ്ങ് എവിടെയാണ്? അങ്ങ് എവിടെയാണ്? യോബ് 23:3 where is my God? അങ്ങാണല്ലോ സാക്ഷീകരിക്കുന്നത്. യോബ് നീ നീതിമാൻ, യോബ് നീ നിഷ്കളങ്കൻ, യോബ് നീ ദോഷമിട്ട് അകന്ന് ജീവിച്ചവന് അങ്ങനെ സാക്ഷി പറഞ്ഞ എന്റെ ദൈവം എവിടെ? അവൻ അപേക്ഷിച്ചു. യോബ് 23:3 അപ്പോൾ അവൻ ദൈവത്തെ കണ്ട്. ആമേൻ. അവൻ കേട്ടിട്ടേ ഉള്ളു, ഈ ദൈവം ആരെന്ന് കേട്ടിട്ടേ ഉള്ളു. യോബ് 42:5-6 കേട്ടിട്ട് ഉണ്ടായിരുന്ന ദൈവത്തെ അന്ന് അവൻ കണ്ട്. ആമേൻ, ഹല്ലേലൂയ. ക്ഷയിച്ചു ശത്രുക്കളുടെ വായിൽ അകപ്പെട്ട് യങ് മാൻ ഗിദിയോൻ ഒരു നീക്ക് പോക്കില്ലാതെ, അടുത്ത നാൾ എന്ത് സംഭവിക്കുമെന്ന് ഉറപ്പില്ലാതെ ഗിദിയോൻ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നു. ന്യായാധിപന്മാർ പുസ്തകം 6-ാം അധ്യായം 13-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നു, ഞങ്ങളോട് ഞങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞിട്ടുള്ള സ്വർഗത്തിലെ പിതാവാം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇന്ന് എവിടെ? ഇന്ന് എവിടെ? എന്റെ ദൈവം ഇന്ന് എവിടെ? അന്ന് ദാവീദിൽ പ്രവർത്തിച്ചല്ലോ, അന്ന് യോബുവിൽ പ്രവർത്തിച്ചല്ലോ, അന്ന് ആബ്രഹാമിൽ പ്രവർത്തിച്ചല്ലോ, അന്ന് തന്റെ സന്നിധിയിൽ പറ്റിയിരുന്നവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചല്ലോ. ഇന്ന് ആ ദൈവം എവിടെ? അവൻ ഇറങ്ങി വന്ന് അവൻ ഗിദിയോനെ ശക്തീകരിച്ച്, യോബുവിനെ ശക്തീകരിച്ച്. കേൾവി മാത്രമേ യോബുവിന് ഉണ്ടായിരുന്നു. അവൻ അന്ന് ദൈവത്തെ കണ്ട് എലിശയിൽ രട്ടിപ്പ അഭിഷേകം പകർന്ന്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ദാവീദും ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നു. 1 സാമുവേൽ 30-ാം അധ്യായത്തിൽ എല്ലാം തീർന്ന് തരിപ്പണമായി ഒരു പുഷ്പം മാത്രം ഭാര്യയെ കണ്ടില്ല. പെൺകുട്ടികളെ ശത്രുക്കൾ കിഡ്നാപ്പ് ചെയ്ത് കൂടെ നിന്ന ആളുകൾ, സഹായികൾ ദാവീദിനെ തീർത്ത് കെട്ടുവാൻ കല്ലെടുത്ത്. അവന് മനസ്സിലായി, എല്ലാം മായ, എല്ലാം മായ. മായയേ ഇല്ലാത്ത ഒരു സത്യവാൻ ഉണ്ട്, അവന്റെ പേരാണ് ദൈവം. ഞാൻ അവന്റെ അടുക്കൽ പോകും, ഞാൻ അവനോട് അപേക്ഷിക്കും. ജേബേസ് അപേക്ഷിച്ചതുപോലെ, എലിശ അപേക്ഷിച്ചതുപോലെ, യോബ് അപേക്ഷിച്ചതുപോലെ, ചെറുപ്പക്കാരൻ ഗിദിയോൻ അപേക്ഷിച്ചതുപോലെ, what should I do? 1 സാമുവേൽ 30:8 8 മുതൽ 18 വരെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദാവീദ് ചോദിക്കുന്നു, should I pursue the troop that attacked me? Should I pursue the troop that demands my palace? Should I pursue the troop which kidnapped my kith and kin? എന്റെ രക്തങ്ങളെ കടത്തിക്കൊണ്ടുപോയ പട്ടാളത്തെ ഞാൻ പിന്തുടരണമോ?
കർത്താവിൻ്റെ മറുപടി, ഗോ ഗോ pursue, strike and you will recover. ദാവീദേ, മടിച്ചു നിൽക്കരുത്, പോകാം, പിന്തുടരുക, ശത്രുവിനെ അടിക്കുക, നഷ്ടപ്പെട്ടതിനെ വീണ്ടുകൊള്ളുക, അതിർത്തി വിശാലമാകും. പൗലോസും ഇതാണ് ചോദിച്ചത്. അക്രമം കാണിച്ച് ദൈവമക്കളുടെ സഭയെ പീഡിപ്പിച്ച് പൗലോസിന് ദൈവം ഒന്ന് തൊട്ടപ്പോൾ ചോദിച്ച ചോദ്യം അപ്പോസ്തലർ 9:6 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങ് ആരാകുന്നു? ഞാൻ എന്ത് ചെയ്യണം? 2 ചോദ്യം അവൻ അപേക്ഷിച്ചു. Who art thou? അങ്ങ് ആരാകുന്നു? ഞാൻ എന്ത് ചെയ്യണം? 2നും ദൈവം തക്ക മറുപടി നൽകി. മരുഭൂമിയിൽ നിലവിളിയോട് മോശെ തമ്പുരാനോട് ചോദിക്കുന്നു. 1 പുറപ്പാട് 15 മാറയിൽ അവൻ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? കുടിവെള്ളം കയ്പ്. പുറപ്പാട് 17-ാം അധ്യായത്തിൽ റഫീദീമിൽ വന്നപ്പോൾ മോശെ ദൈവത്തോട് ചോദിച്ച്, വെള്ളമില്ല, ഞാൻ എന്ത് ചെയ്യണം? പുറപ്പാട് പുസ്തകം സംഖ്യ 20-ൽ മോശെ ദൈവത്തോട് ചോദിച്ചു, കാദേശ് പട്ടണത്തിൽ വന്നപ്പോൾ ഇവിടെ വെള്ളമില്ല, ജനം ദാഹം കൊണ്ട് വലയുന്നു, ഞാൻ എന്ത് ചെയ്യണം? ദൈവം തക്ക മറുപടി നൽകി. ഇന്ന് നാം ദൈവസന്നിധിയിൽ അപേക്ഷിക്കാൻ പോകുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുത്തനും വേണ്ട, നീ ദൈവത്തോട് അപേക്ഷിക്കണം. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ മക്കളുടെ അവസ്ഥ ഇതാണ്, എൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ എന്ത് ചെയ്യണം? ജേബസ് അപേക്ഷിച്ചതുപോലെ ഈ പൊന്ന് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. ഒന്ന് എഴുന്നേൽക്കാമോ? 2 കൈകളും ഉയർത്തി, കൈകളെ തട്ടി, ആമേൻ. എന്റെ അതിർത്തി വിശാലമാകുന്നത് എങ്ങനെ? ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? എലീശയുടെ അതിര് വിശാലമായി. യാക്കോബ് എന്നുള്ള പഴയ എത്തൻ ഭക്തനായി അപ്പോൾ യാക്കോബിന്റെ അതിര് വിശാലമായി, ദാവീദിന്റെ അതിര് വിശാലമായി. അമ്മ പോലും എഴുതി തള്ളിയ ജേബസിന്റെ അതിര് ദൈവം വിശാലമാക്കി കൊടുത്ത്. ആമേൻ, ആമേൻ. തീ വ്യാപരിക്കുന്നു, തീ വ്യാപരിക്കുന്നു, തീ വ്യാപരിക്കുന്നു, തീ വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. എല്ലാരിലും, 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 എല്ലാരിലും നിന്നെ വിളിച്ചവൻ ഓർമ്മയുള്ളോൻ, കണ്ണീൻ മണി പോലെ കാട്ടിടുമേ. നിന്നെ വിളിച്ചവൻ ഓർമ്മയുള്ളോൻ, കണ്ണീൻ മണി പോലെ കാട്ടിടുമേ. അന്ത്യം വരെ വാഴുവാതെയവൻ താങ്ങി നടത്തിടും പോൻ കരത്താഴലേറും ജീവിത മറുവിൽ നീ തളരുകയോ ഇനി സഹജേ. ആഴലേറും ജീവിത മറുവിൽ നീ തളരുകയോ ഇനി സഹജേ. വാ തുറക്കണം, വാ തുറക്കണം, കൈകൾ ഉയരണം, കൈകളെ തട്ടണം, ആത്മാവിൽ നിറയണം, നൃത്തം ചെയ്യണം, ജഡം ചാകണം.
எல்லாரும் டி 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 ரப ஜனசாலதந்தன ரப ரக்காலதந்தன ரப அக்னி 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 அபிஷேக அக்னி அபிஷேக அக்னி அபிஷேக அக்னி அபிஷேக அக்னி அபிஷேக அக்னி அபிஷேக அக்னி தீ கட்டுக 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 அக்னியில் கட்டுக அக்னியில் கட்டுக அக்னியில் கட்டுக நின்ற உள்ளில் அவன் நின்ற உள்ளில் அவன் நின்ற உள்ளில் அவன் பலம் பலம் தெய்வ பலம் தெய்வ பலம் தெய்வ பலம் நின்ற உள்ளில் நின்ற உள்ளில் நின்ற உள்ளில் நின்ற உள்ளில் நின்ற உள்ளിൽ ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ ഉള്ളിൽ വേണ്ടാത്ത ഇരുള് മാഞ്ഞിപ്പോ മാഞ്ഞിപ്പോ ഇരുള് മാഞ്ഞിപ്പോ പഴയ സർപ്പം ഓടിപ്പോ ഓടിപ്പോ ക്ലൻസ് എവരിവൺ ഓരോരുത്തരെയും ശുദ്ധീകരിക്കണം ഓരോ ആളുകളെയും ശുദ്ധീകരിക്കണം 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 അപ്പാ ശുദ്ധീകരിക്കണമേ ആത്മാവിൽ നിറയുക നിറയുക ടച്ച് ചെയ്യും അവനെ തൊടുക അവനെ തൊടുക രാജാതി രാജാവിനെ തൊടുക 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 മടിച്ചു നിൽക്കരുത് മടിച്ചു നിൽക്കരുത് ആമേ നിന്റെ അതിർ വിശാലമാക്കുവാൻ വലിയവൻ വന്നിട്ടുണ്ട് വലിയവൻ വന്നിട്ടുണ്ട് വലിയവൻ വന്നിട്ടുണ്ട് വലിയവൻ വന്നിട്ടുണ്ട് ആമേൻ 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 സമാധാനം നഷ്ടപ്പെട്ട് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അവൻ സമാധാനം കൊണ്ട് നിറയ്ക്കുന്നു സമാധാനം കൊണ്ട് നിറയ്ക്കുന്നു മേഴ്സി 3 പെൺമക്കളുടെ അമ്മ മേഴ്സി സമാധാനം നഷ്ടപ്പെട്ടവള് കർത്താവിന്റെ കരം മേഴ്സിയിൽ ഇറങ്ങുന്നു മേഴ്സിയിൽ ഇറങ്ങുന്നു ആമേൻ വയറിനകത്ത് കട്ടിയുമായി നിലവിളിക്കുന്ന 6 സഹോദരിമാര് സർജറി ഇല്ലാതെ തന്നെ തമ്പുരാൻ ഇപ്പോൾ തൊട്ട് സഭിക്ക് നൽകുന്നു ആമേൻ മരിച്ചാൽ മതി മരിച്ചാൽ മതി നാട് വിട്ടാൽ മതി എന്റെ ജീവിതത്തിൽ സമാധാനമില്ല എന്റെ മക്കൾ സമാധാനം തരുന്നില്ല എന്റെ കുടുംബത്തിൽ സമാധാനമില്ല മരിച്ചാൽ മതി എന്ന് നിലവിളിക്കുന്ന 3 വ്യക്തികളിൽ അമ്പ് ഇറങ്ങുന്നത് പോലെ ദൈവവചനത്തിന്റെ ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഇറങ്ങുന്നത് ജീവൻ 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 ക്രിസ്തുവിന്റെ ജീവൻ ക്രിസ്തുവിന്റെ ജീവൻ ക്രിസ്തുവിന്റെ ജീവൻ ആമേൻ വീട് വിട്ട് അകലെ പഠിത്തത്തിന് ജോലിക്ക് വേണ്ടി ആയിരിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിന്റെ കാരുണ്യം കനിവ് ദൈവ സാന്നിധ്യം ഇപ്പോൾ ഇറങ്ങുന്നതാ ഒരു ദോഷം ഭവിക്കാതെ ഇറങ്ങുന്നതാ പ്രത്യേകിച്ചും പോർക്കളത്തിൽ കാശ്മീർ ബോർഡറിൽ പഞ്ചാബ് ബോർഡറിൽ പോർക്കളത്തിൽ ആയിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചുറ്റും കർത്താവ് തന്റെ കൺമണിയായി തീമതിൽ ഇറക്കുന്നത് ഞാൻ കാണുന്നു അഗ്നിമഴ 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 പുതിയ അധ്യയന വർഷത്തിനു വേണ്ടി പുതിയ സ്കൂൾ പുതിയ കോളേജ് പുതിയ പഠിത്തത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികളിൽ കർത്താവിന്റെ കരുതൽ വ്യാപരിക്കുന്നു കുടുംബത്തിനകത്ത് പോരായ്മ
കുടുംബത്തിന് അകത്ത് ഐക്യമില്ലായ്മ, അതിൻ്റെ അകത്ത് സെന്റർ പിടിച്ചിരിക്കുന്ന പഴയ പാമ്പ് യേശുവിൻ നാമത്തിൽ വെളിയെ പോ, വെളിയെ പോ. സമാധാന പ്രഭുവാം യേശു ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. അടുത്ത തലമുറ மக்கள், சிறுமக்கள் அடுத்த தலைமுறையை பத்திரமாய் காத்துக்கொள்ளணும். மத்தியம், மயக்கு மருந்து, சீத்த கூட்டுக்கட்டு இயேசுவின் நாமத்தில் குடும்பத்தை விட்டு விலகிப்போ, விலகிப்போ. I command it should flee, it should flee. விலகிப்போ. குடும்பங்களில் கர்த்தாவின் வசனத்தின் துணி வியாபரிக்கட்டே, வியாபரிக்கட்டே. நன்றி, 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 நன்றி. மக்கள் இல்லாதவரோடு மனசலியணமே, மனசலியணமே. அவர் சகிச்ச நிந்த மாதியப்பா, மாதி வயர்ணத்தோடேன ராஜா இயேசுவின் நாமத்தில் விடுதல், விடுதல், விடுதல். டீ இறங்கன், டீ இறங்கன், டீ இறங்கன், டீ இறங்கன். அக்னி இறங்கன், அக்னி இறங்கன், அக்னி இறங்கன், அக்னி இறங்கன். ஆமென், 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 ஆமென். മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? കരുടോ നിനക്കാവൻ വേണ്ടതല്ല, യാത്ര തുടർന്നിടുക. ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ? ഇനി സഹജേ ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ? ഇനി സഹജേ ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ? ഇനി സഹജേ. Please be seated. അടുത്ത് മത്തായി സുവിശേഷം 25:21 വചനം. മത്തായി സുവിശേഷം 25:21. ദൈവം അല്പത്തിൽ വിശ്വസ്തന് അധികത്തിൽ വിചാരകൻ ആക്കും. ആമേൻ. നിന്റെ അതിരുകൾ അവൻ മാറ്റും, വിശാലമാക്കും. അല്പത്തിൽ അല്പ താലന്ത്, അല്പ സമ്പത്ത്, അല്പ ആയുസ്, അല്പ ആരോഗ്യം ദൈവം തന്നിട്ടുണ്ടോ? അത് ദൈവത്തിന് മടക്കി കൊടുക്കണം. എന്നാൽ നിന്റെ അതിരുകൾ മാറും. ലൂക്കോസ് സുവിശേഷം 21 അധ്യായം ആദ്യ വചനം മുതൽ ജെറുസലേം ദേവാലയത്തിൽ വന്നിരുന്ന യേശു കണ്ണുകൾ ഉയർത്തി കാണിക്കപ്പെട്ടിയെ നോക്കിക്കൊണ്ടേയിരുന്നു. ആമേൻ. ജെറുസലേം ദേവാലയത്തിൽ വന്നിരുന്ന യേശു കണ്ണുകൾ ഉയർത്തി ശ്രീഭണ്ഡാരത്തെ നോക്കിക്കൊണ്ടേയിരുന്നു. ധനവാന്മാർ, സമ്പന്നന്മാർ തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ശ്രീഭണ്ഡാരത്തിൽ നേർച്ച വഴിപാടുകൾ, കാണിക്കകൾ സമർപ്പിച്ചപ്പോൾ ഒരു വിധവ, ഒരു ദാരിദ്ര്യവാസി വെറും 2 ചല്ലിക്കാശ് കൊണ്ടുവന്ന് ശ്രീഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചപ്പോൾ കർത്താവ് അത് കണ്ടു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ.
കർത്താവിന്റെ സാക്ഷ്യം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ധനവാന്മാർ സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയായി കാണിക്ക നിക്ഷേപിച്ചപ്പോൾ ഒരു ദാരിദ്ര്യവാസി, ഒരു വിധവ, ഒരു അനാഥ വെറും ലീസ്റ്റ് അമൗണ്ടായ 2 ചല്ലിക്കാസുകൾ നിക്ഷേപിച്ചപ്പോൾ കർത്താവ് സാക്ഷീകരിക്കുന്നു, എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് അല്ലോ വഴിപാടിട്ടത്, ഇവളോ ഇല്ലായ്മയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് 2 കാശ് ഇവൾ ഇടുന്നത് കൊണ്ട് ഇവൾ എല്ലാരെക്കാളും അധികം ഇട്ടിരിക്കുന്നു. അവളുടെ അതിര് സ്വർഗത്തിൽ പോയി. ആമേൻ. 2 ചല്ലിക്കാസിട്ട ആ പാവപ്പെട്ട സഹോദരിയുടെ അതിര് ഇവിടെയൊക്കെ പൊളിച്ചു മാറ്റി ദൈവം സ്വർഗത്തിൽ കൊണ്ടിട്ട് കൊടുത്ത്. ഇതിൻ്റെ പേരാണ് സ്വർഗത്തിലെ നിക്ഷേപം. ശ്രദ്ധിക്കണം. ധനവാന്മാർ ഇട്ടത് തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന്, ഇവൾ ഇട്ടതോ തൻ്റെ ഹൃദയത്തിൽ നിന്ന്. ആമേൻ, ആമേൻ, ആമേൻ. ധനവാന്മാർ ഇട്ടതോ തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന്, ഈ ദാരിദ്ര്യവാസി ഇട്ടതോ തൻ്റെ ഹൃദയത്തിൽ നിന്ന്. ദൈവസന്നിധിയിൽ വഴിപാട് അർപ്പിക്കുമ്പോൾ അങ്ങനെ വേണം, അങ്ങനെ വേണം. ആമേൻ, ആമേൻ. ധനവാന്മാർ വഴിപാട് നിക്ഷേപിച്ചത് ശ്രീഭണ്ഡാരത്തിൽ, ഇവൾ നിക്ഷേപിച്ചത് സ്വർഗത്തിൽ. മനസ്സിലാകുന്നില്ല. കൈകളെ തട്ടി. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരമ്മച്ചി ഒരു 10 രൂപ നോട്ട് ഒരു A4 സൈസ് പേപ്പറിൻ്റെ മൂലയിൽ വച്ച് സ്റ്റേബിളർ കൊണ്ടൊരു 10 അടി ടക്ക് ടക്ക് അടിച്ച് ജാമാക്കി ഒരു 100 പ്രാർത്ഥന വിഷയം എഴുതിയിട്ട് അവസാനം, ബ്രദർ, ഈ 10 രൂപ എനിക്ക് ലാട്ടറി അടിച്ച്, അതിലെ 10,000-ൽ 1 നിങ്ങൾക്ക്. 1,00,000 ലാട്ടറി അടിച്ച് 10,000-ൽ 1. ഇനി ഇത് 10 രൂപ ഞാൻ വയ്ക്കുന്നത്, അടുത്ത് ഒരു 10,000-എങ്കിലും ഇവിടെ ഞാൻ വയ്ക്കാൻ ഒരു വലിയ ലാട്ടറി അടുത്ത ഓണത്തിന് കോടിപതി ഞാനായിരിക്കണം. ആരും ചിരിക്കേണ്ട. 90% ആളുകളും എനിക്കിത്താ, ഞാനിതാ വെച്ചിട്ടുണ്ട്, എനിക്കിത്താ, ഞാനിതാ വെച്ചിട്ടുണ്ട്, എനിക്കിത്താ, ഞാനിതാ വച്ചിട്ടുണ്ട്, പ്രാർത്ഥനയ്ക്ക് കൂലി. അങ്ങനെ നിങ്ങളെ ചില പ്രാർത്ഥനക്കാരികളും കാരന്മാരും ഇങ്ങനെ വളർത്തിവിട്ട് കളഞ്ഞു. അങ്ങനെ വയ്ക്കരുത്, വയ്ക്കരുത്. നിനക്ക് നന്മ കിട്ടത്തില്ല, അങ്ങനെ വയ്ക്കരുത്. കാരണം അവൻ എല്ലാം ഇനി അവന് തരാൻ ഒന്നുമില്ല. ഉടുതണി വരെ തന്നിട്ടാണ് പോയത്. അവനെ നഗ്നനാക്കി, അവന്റെ താടി രോമം നീ പിടിച്ചെടുത്ത്, അവന്റെ മുഖത്തിന് തുപ്പി, അവന്റെ സമാധാനം വരാവൻ നിനക്ക് തന്ന്, അവനെല്ലാം വായിക്കണം. എഫേസ്യർ 1-ാം അധ്യായം 3-ാം വചനത്തിലെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിലും നമ്മ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന, അനുഗ്രഹിക്കാൻ പോകുന്ന എന്നല്ല, അനുഗ്രഹിക്കുന്ന എന്നല്ല, അവൻ നേരത്തെ തന്നെ നിന്നെയും എന്നെയും അനുഗ്രഹിച്ചു കഴിഞ്ഞു. തൻ്റെ അവസാന ചൊട്ട് രക്തം വരെ തന്ന് അനുഗ്രഹിച്ചു. പിന്നെ വെള്ളമാണ് വീണത്.
അതിനെ ഓർത്തു വേണം നിക്ഷേപിക്കുവാൻ. കൈകളെ തട്ടണം. അല്ലാതെ അടുത്ത ലാട്ടറി അടുത്ത ലാട്ടറി കോടിപതി എനിക്ക് അത് നിന്റെ അടുക്കൽ അത് വരാത്തത് നിന്റെ കയ്യിരിപ്പാണ്. വന്നു ബ്രദർ, വന്നു, കണ്ടില്ലേ, ഞാൻ മുമ്പിൽ തന്നെ വന്നിരുന്നു ബ്രദർ. സുന്ദർ സിംഗിന് കുരുടൊന്നുമില്ല. ഏവൻ വരുന്നു, എപ്പോ വരുന്നു എല്ലാം നന്നായിട്ട് പുറകിലും എൻ്റെ അപ്പൻ എനിക്ക് കണ്ണ് വെച്ചിട്ടുണ്ട്. കള്ളം പറയരുത്. ദൈവസന്നിധിയിൽ കള്ളം. 2 കാലും സുഖമുണ്ടോ വന്നിരിക്കണം. നിന്നെയും എന്നെയും ജീവനോട് വച്ചിരിക്കുന്നത് അവന്റെ സാക്ഷിയായി നിലകൊള്ളുവാൻ വേണ്ടിയാണ്. ആമേൻ. നിക്ഷേപിക്കുന്നവൻ ഇനിയും ചിന്താഗതി മാറണം. പ്രാർത്ഥനയ്ക്ക് കൂലി, ചിന്താഗതി മാറണം. നീ എല്ലാം എനിക്ക് തന്ന്. ദാരിദ്ര്യവാസിയെ കർത്താവ് നോക്കിയിട്ട് പറഞ്ഞ്, ഈ മൊണ്ണ മനുഷ്യർ ഇടുന്നത് പോലല്ല ഈ ചിന്ന മനുഷ്യ ഇട്ടത്. ഇവൾ ഇട്ടത് സ്വർഗത്തിലേക്കാണ് ഇട്ടത്. ആമേൻ, ആമേൻ. അവളുടെ അതിര് ഇവിടെ മാത്രമല്ല, അതിര് സ്വർഗത്തോളം എത്തി. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദാവീദ് എന്നുള്ള വലിയ മനുഷ്യൻ ശത്രുവിന്റെ മുമ്പിൽ നിന്നപ്പോൾ ശത്രുവിന് അവൻ ചിന്ന മനുഷ്യനായി കണ്ട് നിസാരൻ. 1 സാമുവേൽ 17-ാം അധ്യായം 42-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന 1 സാമുവേൽ 17:42 ദാവീദ്, നീ ധീരെ ബാലൻ, അല്പൻ, നീ നിസാരൻ. ശത്രുവിന് ദാവീദ് നിസാരൻ. സ്വന്തം ഉടമ്പിറപ്പിന് ദാവീദ് പടകാൺമാൻ വന്ന് നിസാരൻ. ശത്രുവായ സൗലിന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന 1 സാമുവേൽ 17:38 പ്രാപ്തി ഒട്ടുമില്ലാത്തവൻ നിസാരൻ. സ്വന്തം അപ്പന് ദാവീദ് ആട്ടിടയൻ, ഉള്ളതിൽ ഇളയവൻ, നിസാരൻ. ആ നിസാരന്റെ കയ്യിൽ വെറും ഒരു നിസാരമായ ഒരു കല്ല് ദൈവം കൊടുത്ത് ഇസ്രായേൽ ദേശത്തിന്റെ പേടി സ്വപ്നമായ ശത്രുവിനെ ഒറ്റ ഇറക്കി വീഴ്ത്തുവാൻ. അതാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലപ്പോസ്തലൻ എഴുതുന്നത്, ബലമുള്ളതിന് ലജ്ജിപ്പിപ്പാൻ, ബലമുള്ളതിന് ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായതിന് തിരഞ്ഞെടുത്ത്. നീ നിസാരനാണോ? നിസാരപ്പെട്ട സ്ത്രീയാണോ? നീ ഒന്നുമില്ലാത്തവളാണോ? ലോകം അളക്കുന്നത് പോലല്ല ദൈവം കാണുന്നത്. പല വീരന്മാരെ മുട്ടുകുത്തുവാൻ, അപമാനിക്കുവാൻ, തലകുനിയുവാൻ നിന്നെ ദൈവം തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന്റെ കരത്തിൽ പദ്ധതി ഉണ്ട്. ആമേൻ. ചെറിയ തീ വലിയ കാട്ടിനെ കത്തിക്കും. ചെറിയ തീ വലിയ കാട്ടിനെ കത്തിക്കും. ചെറിയ ചുക്കാൻ വലിയ കപ്പലിനെ നിയന്ത്രിക്കും. ചെറിയ കടിഞ്ഞാൻ വലിയ കുതിരയെ അടക്കും. യാക്കോബ് ലേഖനം 3-ാം അധ്യായം 3-4 വചനങ്ങൾ. ആകയാൽ ജോയൽ പ്രവചനം 3-ാം അധ്യായം 10-ാം വചനത്തിലെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷിൽ വളരെ മനോഹരം. Let the weak say
I am strong. മനസ്സിലായോ? ബലവീനൻ തന്നെത്താൻ വീരനായി മതിക്കട്ടെ. ദുർബലൻ തന്നെത്താൻ ദുർബലനെന്ന് നീ പറയരുത്. വീരനായി നീ നിന്നെ മടിക്കട്ടെ. കാരണം നിന്നെ കൊണ്ട് തന്നെ വൻ കാര്യങ്ങൾ ചെയ്ത് അതിര് വിശാലമാക്കുവാൻ ദൈവത്തിൻ്റെ കയ്യിൽ പദ്ധതി ഉണ്ട്. എലിമലേക്ക്, നഹോമി, റൂത്ത്, ഓർപ്പ ബോധത്തോട് തന്നെ പറയുന്നു. വിശ്വാസികളിലും ഇങ്ങനെയുള്ള ആളുകളുണ്ട്. വലിയ കൃത, കൊമ്പൻ മീശ, നല്ല മണം, വലിയ വയറ്, കിട്ടിയില്ല എങ്കിൽ ഓടിക്കളയും. നീ എവിടെ ഓടാൻ? നീ എവിടെ ഓടാൻ? നീ എവിടെ ഓടാൻ? നീ എങ്ങോട്ട് ഓടാൻ? പക്ഷെ ഈ സാധു വിശ്വാസികൾ, ഇവരെ കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഫസ്റ്റ് ചാലഞ്ച് ക്ഷാമം. ക്ഷാമം. ഇൻ ഫെയ്ത്ത് they challenged famine. ക്ഷാമം. അങ്ങനെ ഒരു വാക്കിൽ ഒതുക്കാൻ പറ്റത്തില്ല. ആളിനെ പിടിച്ച് തിന്നും. അതാണ് ക്ഷാമം. അതാണ് ക്ഷാമം. അതിൽ കടന്നു പോയിട്ടും നഹോമിയും റൂത്തും ക്രിസ്തുവിൽ പിടിച്ചു നിന്ന്. ക്ഷാമം. പിന്നെ പരദേശിയായി ഒരു സഹായം കിട്ടത്തില്ല, ആരും മുഖം നോക്കത്തില്ല. പരദേശി. മൂന്നാമത് വിധവ, ഭർത്താവ് പോയി, വിധവ. നാലാമത് മരണം. ഇവൾ പറയും, നീ മരിക്കുന്ന ഇടത്ത് ഞാനും മരിക്കും. എത്ര വലിയ സ്റ്റേറ്റ്മെന്റ്. നിന്റെ ദൈവം എന്റെ ദൈവം, നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ മരിക്കുന്ന സ്ഥാനത്ത് ഞാനും മരിക്കും. കുഴിച്ചിടാൻ സ്ഥാനം നോക്കിയ അവൾ യഹോവ ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ ആശ്രയപ്പെട്ടപ്പോൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന റൂത്ത് ക്ഷാമം, പരദേശി, വിധവ, മരണം എല്ലാം സഹിച്ചു ദൈവത്തിന്റെ ചിറകിൽ ശരണപ്പെട്ട് തന്റെ ശപിക്കപ്പെട്ട കാലുകൾ, വിധവയായ കാലുകൾ, പരദേശിയുടെ കാലുകൾ, ക്ഷാമം കണ്ട കാലുകൾ, ഒരു നേര ആഹാരത്തിന് വേണ്ടി 3005 കിലോമീറ്റർ സഞ്ചരിച്ച കാലുകൾ കൊണ്ട് പഴയ ക്ഷാമം നിറഞ്ഞ ബത്ലഹേമിൽ അവൾ കാല് പതിച്ചപ്പോൾ അവിടെ കൊയ്ത്ത് ആരംഭമായിരുന്നു എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന റൂത്തിന്റെ പുസ്തകം 1-ാമത്തെ അവസാന വരികൾ. എൻ്റെ ദൈവത്താൽ കഴിയും. എൻ്റെ ദൈവത്താൽ നിന്റെ അതിര് വിശാലമാക്കുവാൻ കഴിയും. നീതിമാന്റെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികം 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 ശോഭിക്കും. ഇതാണ് വിശാലത. സദൃശവാക്യം 4:18. നീതിമാന്റെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികം അധികം ശോഭിക്കും. നിന്റെ അതിര് വിശാലമാകും. സ്വന്തം ഭാര്യ സേരഷ് ഹാമാന് താക്കീത് നൽകി. നോക്ക്, നമ്മുടെ ഭർത്താവൊക്കെ ശരി തന്നെ, അവൻ യഹൂദനാണ്, എൻ്റെ വേല ഫലിക്കത്തില്ല. നീ എൻ്റെ ഭർത്താവൊക്കെ ശരി തന്നെ, അവൻ്റെ മുമ്പിൽ നീ മുട്ടുകുത്തി വീഴും. അവൻ യഹൂദ വംശക്കാരൻ ആകയാൽ, മൊർദെഖായി യഹൂദ വംശക്കാരൻ ആകയാൽ അവൻ ജയിക്കും.
അതുപോലെ സംഭവിച്ചു. എസ്റ്റർ 9-ാം അധ്യായം 4-ാം വചനത്തിൽ മറ്റവൻ കഴുമരത്തിൽ രാജാവ് കൊന്നപ്പോൾ ഇവന്റെ കീർത്തി, മൊർദെഖായിയുടെ കീർത്തി, ഇവന്റെ അതിര് നാനാദിക്കിലും പരന്ന് 2 സാമുവേൽ 3:1 റൗഡി സൗലിന്റെ ബലം ക്ഷയിച്ചു വന്നപ്പോൾ ഭക്തൻ ദാവീദിന്റെ ബലം 2 സാമുവേൽ 3:1 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കൂടി വന്ന് അതിര് വിശാലമായി, മൊർദെഖായിയുടെ അതിര് വിശാലമായി, ദാവീദിന്റെ അതിര് വിശാലമായി. പൗലോസിന്റെ അതിരോ 9:6 അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 22-ാം വചനത്തിൽ Paul, Bible says, increased in strength. തന്റെ ബലത്തിൽ, തന്റെ ശക്തിയിൽ മേൽക്കുമേൽ അവൻ ശക്തി പ്രാപിച്ചു. ഇസ്രായേൽ ജനം ഈജിപ്തിൽ ആദ്യം വന്നത് 70 പേർ. സ്വച്ഛം 70 പേർ. ഉൽപ്പത്തി 46:27, പുറപ്പാട് 1:7, പുറപ്പാട് 12:37, സംഖ്യ 1:46. 4 നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഈ 70 എണ്ണമും 25 ലക്ഷമായി മാറി. അവർ വളർന്ന്, ആളുകൾ വളർന്ന്, കുടുംബം വളർന്ന്, നിക്ഷേപം വളർന്ന്, സമ്പത്ത് വളർന്ന്. ഇതോടൊപ്പം ദൈവം അടിയനോട് സംസാരിച്ച ഒരു മർമ്മം കൂടെ പ്രസ്താവിച്ചു കൊള്ളട്ടെ. 10 വയസ്സിൽ ടീമിനോട് എൻട്രി ആയവൻ 50-ാം വയസ്സിൽ കാനാനിൽ എത്തി. അവൻ അന്ന് ഇട്ടിരുന്ന ചെരുപ്പ് തന്നെയാണ് 50-ാം വയസ്സിലും ഇട്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അവൻ വളർന്നപ്പോൾ അവനോടൊപ്പം അവൻ്റെ ചെരുപ്പും വളർന്ന്, അവൻ ഇട്ടിരുന്ന ഉടുപ്പും വളർന്ന്. നിന്നെ വളർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ കൈക്ക് പിടിച്ച് കൊള്ളുക. എവിടെയെങ്കിലും ഏത് വൃക്ഷത്തിൻ്റെയും വേര് ഫലം കായ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? സദൃശവാക്യം 12:12 നീതിമാനോ വേരിലും ഫലം കായ്ക്കും. അതാണ് നിന്റെ അതിര്. നീതിമാനോ ലോക ചരിത്രത്തിൽ വിക്കിപീഡിയയോ ഗൂഗിളോ സെർച്ച് നോക്കിക്കോ, ഒരു മരത്തിന്റെ വേരും ഫലം കായ്ക്കുകയില്ല. പക്ഷെ നീതിമാന്റെ വേര് ഫലം കായ്ക്കും. നിന്റെ അതിര് കൂടും. കാരണം അരുളി ചെയ്തത് പഞ്ചായത്ത് മെമ്പറല്ല, ദൈവമാണ്. എഴുന്നേൽക്കാം. കൈകൾ ഉയർത്തി, കൈകളെ തട്ടി ശക്തിയോടെ എല്ലാ ആളുകളും ബലമായി ആത്മാവിൽ നിറയുക. കൊണ്ടുവന്ന പുസ്തകം ബൈബിള് കസറിൽ വെച്ച് കൊള്ളുക. നൂലോ ചരടോ തകടോ മാന്ത്രിക കുഴലോ ശരീരത്തിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ പൊട്ടിച്ച് കളയുക. അപ്പാ എന്ന് വിളിക്കുക, യേശപ്പാ എന്ന് വിളിക്കുക, യേശപ്പാ എന്ന് വിളിക്കുക. ഇന്ന് എല്ലാ ആളുകളും ആത്മനിറവ് പ്രാപിക്കണം. വന്ന് കേട്ട് മടങ്ങി എന്നല്ലാതെ എല്ലാവരും ആത്മാവിൽ നിറയണം. എല്ലാ ആളുകളും നാഡി നരമ്പുകളിൽ വ്യാപരിക്കുന്ന, നിന്നെ ജോലി ചെയ്യുവാൻ പോലും വിടാതെ നിന്റെ അസ്ഥി ജോയിന്റുകളിൽ, നാഡി നരമ്പുകളിൽ വ്യാപരിക്കുന്ന വേദനകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറുന്നു.
ഹീലിംഗ് പവർ വ്യാപരിക്കുന്നു, ഹീലിംഗ് പവർ വ്യാപരിക്കുന്നു. ഉറക്കമില്ലായ്മ നിന്നെ വിട്ടു മാറുന്നു. ഉറക്കം തരാതെ നിന്നെ പിടിച്ച് ഇழுத்து നശിപ്പിക്കുന്ന ഇരുട്ടിന്റെ ആത്മാവ് നിന്നെ വിട്ട് മാറുന്നു. ആമേൻ. ആരാധിപ്പിൻ, സ്തുതിപ്പിൻ, നാമെടുത്ത് വാഴ്ത്തുവിൻ. ശക്തിയോടെ ബലമായി ഉറ ബാലശം ധനസഭ റഗ്ഗാലദന്തനദബ. എല്ലാ ആളുകളും ആത്മാവിൽ നിറഞ്ഞ് സ്തുതിപ്പീൻ, പരിശുദ്ധ ആത്മാവിൽ നിറഞ്ഞ് സ്തുതിപ്പീൻ. നീ വിട്ടു കൊടുക്കരുത്. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ, ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദം. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ, ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദം. എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ, എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ, വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും. എല്ലാരും ജാട കയ്യടി പോരാ, ആത്മാവിൽ കയ്യടി വേണം. പള്ളി കയ്യടി പോരാ, പരിശുദ്ധാത്മാവിന്റെ കയ്യടി വേണം. ആത്മാവിൽ നിറയുക. നിന്റെ വേര് ഫലം നൽകുന്ന വേര്. നിനക്കുള്ള ഫലം നിന്റെ വേരിലും കായ്ക്കും. ആമേൻ. അവൻ നടക്ക ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ചെരുപ്പുകിടയില്ല, മരുഭൂമിയിൽ തുണിക്കിടയില്ല. അവൻ നടക്ക അവന്റെ ചെരുപ്പും വളർന്ന്, അവന്റെ ഉടുപ്പും വളർന്ന്. ആ ദൈവമാണ് സുന്ദർ സിംഗിന്റെ ദൈവം. ആ ദൈവമാണ് എന്റെ ദൈവം. പറ്റിക്കൊള്ളുക പൈതല്, പറ്റിക്കൊള്ളുക ദൈവ പൈതല്, പറ്റിക്കൊള്ളുക ഈ ദൈവത്തെ പറ്റിക്കൊള്ളുക. ഇവന് അറിയുക, അവൻ ഉയർത്തും. ഈ ദൈവത്തെ നീ അറിയുക, അവൻ ഉയർത്തും. തീ ഇറങ്ങുന്നു. അഗ്നി ഇറങ്ങുന്നു. യേശുവിൻ നാമത്തിൽ എല്ലാ കൊള്ള രോഗങ്ങളും വിട്ടുപോ. എത്തന ഭക്തനാക്കിയ ദൈവം ഇവിടെ ഉണ്ട്. Change your attitude, change your mind, change your heart. പുത്തം പുതു ഹൃദയം തരണമേ. യാചിക്കുക. നിന്റെ അതിരുകൾ വളരും, നിന്റെ അതിരുകൾ വിശാലം കൂടും. ടീ 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 കത്തുക. അഗ്നിയിൽ കത്തുക. എല്ലാവരും ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ, ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദം. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ, ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദം. എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ,
എന്റെ പ്രിയനെ ഒന്ന് കാണുവാൻ വാഴും ഞാൻ രക്ഷിതാവ് കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്ക് എല്ലാ നാളും ഞാൻ വാഴും രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്ക് എല്ലാ നാളും ഞാൻ വാഴും സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു. അവനോട് അപേക്ഷിക്കുക. ജേബേസ് അപേക്ഷിച്ചതുപോലെ അവനോട് അപേക്ഷിക്കുക. അപേക്ഷിക്കുക ദൈവമക്കള്. ജേബേസ് അപേക്ഷിച്ചതുപോലെ മറുപടി ഉണ്ട്, മറുപടി ഉണ്ട്. അതിരുകൾ മാറും. സാത്താനിട്ട അതിരുകൾ മാറും. അവൻ പൊളിച്ചടക്കും, പൊളിച്ചടക്കും. നന്ദി, നന്ദി, നന്ദി. സാക്ഷി പറയേണ്ടവർ വേഗം മുമ്പിൽ കടന്നു വരിക. നന്ദി. കൈകൾ തട്ടി, കൈകൾ തട്ടി ശക്തിയോട്, ശക്തിയോട് ബലമായി, ബലമായി, ബലമായി. റഗ്ഗാലദന്തനഡബ ലഞ്ജന ശാലദന്തനഡബ. നന്ദി, 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 നന്ദി. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ക്രിസ്തു യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ അഭിഷേകവും സദാകാലങ്ങളിലും നാം ഓരോരുത്തരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.